ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഇക്ഷക് ഇന്ന് നാവികസേനയുടെ ഭാഗമാകും. ഇരട്ട ദൗത്യശേഷിയോടെയാണ് INS ഇക്ഷക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 2 PM സജീവമായി തന്നെ തുടരും. നമസ്തേ. ഇരട്ട ദൗത്യശേഷിയോടെ ഇന്ത്യൻ നാവികസേന രൂപകൽപ്പന ചെയ്ത കപ്പലാണ് INS ഇക്ഷക്. പ്രാഥമിക ഹൈഡ്രോഗ്രാഫിക് സർവേ ദൗത്യങ്ങൾക്ക് പുറമെ ദുരന്തമുഖങ്ങളിൽ ദുരിതാശ്വാസ സംവിധാനമായും അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയായും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കപ്പൽ. മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷിപ്പിൽ ഹോസ്പിറ്റലിനെ പറയുന്നത് സിക്ക് ബേ എന്നാണ്. അപ്പോൾ നമ്മുടെ സിക്ക് ബേ എന്ന് പറഞ്ഞാൽ 6 ബെഡഡ് സിക്ക് ബേ ആണ്. അപ്പോൾ അതിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഡെഡിക്കേറ്റഡ് ലാബ് ഉണ്ട്, പിന്നെ ഒരു മിനി ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് സ്കാനിങ്, പിന്നെ എക്സ്റേ, ബയോ ലാബ്സ്, അതായത് നമുക്ക് ബ്ലഡ്, യൂറിൻ, ബയോകെമിസ്ട്രി എല്ലാം ചെക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതായത് വേറെ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻസിനെ നമ്മൾ റീപാട്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള റോള് നമുക്ക് ഈ ഷിപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും, പിന്നെ അതുപോലെ HIDR, അതായത് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ്, അതായത് എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റീസിനെ ഷിപ്പിൽ എടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സമുദ്രതലത്തിൽ 11,000 മീറ്റർ ആഴത്തിൽ വരെ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് INS ഇക്ഷകിന്റെ സവിശേഷത. ഇത് നാവികർക്ക് സമുദ്രമേഖലകളുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായകമാണ്. കർണാടകയിലെ ഷിരൂരിൽ കഴിഞ്ഞ വർഷമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിലകപ്പെട്ട അർജുന്റെ ലോറിക്കായി നാവികസേനയാണ് ഗംഗാവലി പുഴയിൽ അന്ന് തിരച്ചിൽ നടത്തിയത്. അന്ന് ഉപയോഗിച്ച കപ്പലിനേക്കാൾ കൃത്യവും മികവുറ്റതുമായ ചിത്രങ്ങൾ നൽകാൻ ഇക്ഷകിന് സാധിക്കും. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ കപ്പൽ നിർമ്മാണ ഡയറക്ടറേറ്റിന്റെയും യുദ്ധക്കപ്പൽ പരിശോധനാ സംഘത്തിന്റെയും മേൽനോട്ടത്തിലാണ് 80% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഇക്ഷകിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വനിതാ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക താമസ സൗകര്യമൊരുക്കിയ ആദ്യത്തെ വലിയ സർവേ കപ്പൽ കൂടിയാണ് ഇക്ഷക് എന്നതും ശ്രദ്ധേയമാണ്. അജ്ഞാത സമുദ്രമേഖലകളെക്കുറിച്ച് രേഖപ്പെടുത്തുക, നാവികർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക, ഇന്ത്യയുടെ സമുദ്രശേഷി ശക്തിപ്പെടുത്തുക എന്നീ കപ്പലിന്റെ ദൗത്യങ്ങളെ വഴികാട്ടി എന്നർത്ഥം വരുന്ന ഇക്ഷക് എന്ന പേര് പ്രതീകവൽക്കരിക്കുന്നു. നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച INS ഇക്ഷക് വരും നാളുകളിൽ സമുദ്ര ഗവേഷണങ്ങൾക്ക് മാത്രമല്ല ആപത് ഘട്ടങ്ങളിൽ പോലും നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകും. ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, കൊച്ചി.